പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നമ്മൾ ഓരോ ഉടമ്പടി ധ്യാനങ്ങളിലൂടെയും ഞങ്ങൾ തന്നെ ഒത്തിരിയേറെ ഒരു 5-6 ദിവസം ഒരു ധ്യാനം കഴിഞ്ഞാൽ അടുത്ത ഉടമ്പടി ധ്യാനം വരെ എപ്പോഴും ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചും കർത്താവ് നൽകുന്ന വചനത്തിൻ്റെ പിറകെ അന്വേഷിച്ചും അതിൻ്റെ അനുഭവതലങ്ങളെ ഓർത്തും ഒക്കെ നിരന്തരമായ ഒരു ഉടമ്പടി ദൈവസാന്നിധ്യ സ്മരണയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉടമ്പടി കാലത്ത് ഒരു ഉടമ്പടി സാന്നിധ്യ സ്മരണയിൽ ജീവിക്കണം. ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയണത്, ഇവിടുന്ന് ഉടമ്പടി ചെയ്തു പോകുമ്പോൾ പിന്നീട് നിങ്ങൾ വേവലാതി കൊള്ളുന്നതും നിങ്ങൾ ഇമ്മേഴ്സ്ഡ് ആകണതും എത്ര ശതമാനം നിങ്ങൾക്ക് ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവും ബോധവുമുണ്ട്. അതാണ് എൻ്റെ വിഷയം. അത് ശരിക്കും കാര്യം ഉടമ്പടിയെ ചിലപ്പോൾ മറ്റ് ജീവിത സാഹചര്യങ്ങളും സന്തോഷമായാലും സങ്കടമായാലും ഉത്കണ്ഠയായാലും മറ്റ് വൈകാരിക സാഹചര്യങ്ങൾ ഉടമ്പടിയെ വിഴുങ്ങുന്നൊരവസ്ഥ വരികയും ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്, ഞാൻ ദൈവവുമായിട്ട് ഉടമ്പടി ജീവിക്കുകയാണ് എന്നുള്ളൊരു ബോധമാണത്. ആ ബോധം ശരിക്കും ആദ്യ 90 ദിവസം മുഴുവനും ആ ബോധത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ പിന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ബോധം ഉണ്ടാകണമെന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. നിങ്ങൾ ഉടമ്പടി എടുത്തവരാണ്. ഞാനും ഉടമ്പടി, നമുക്കറിയാം മറ്റ് പ്രെയർ ചെയ്യുന്ന പോലെ ഡംപ് ആൻഡ് ഗോ അല്ല ഇവിടെ. ഡംപ് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് പോയി തിരികെത്തിക്കുന്നു, ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്നു, പിന്നെ അത് നമ്മൾ മറന്നു കളയുന്നു അല്ലേ. നമ്മളൊരു സ്ഥലത്ത് പോയി നൊവേന കൂടുന്നു, ആ സമയത്ത് കുറേ പാട്ടൊക്കെ പാടുന്നു, നമ്മൾ അടുത്ത വണ്ടി കയറി പോകുന്നു. പിന്നെ നമ്മൾ ഓർക്കണത് അടുത്ത ചൊവ്വാഴ്ച വ്യാഴാഴ്ച ആകുമ്പോഴാണ്, അയ്യോ ഇന്ന് നൊവേന ദിവസമാണല്ലോ എന്ന് ഓർക്കണത്. ഇത് ഒരവസ്ഥയാണ് ഉടമ്പടിക്കുള്ളതെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. കാര്യം എന്താ, ഉടമ്പടി എപ്പോഴും അറിയാം, ഇറ്റ് ഈസ് എ ബൈലാറ്ററൽ റിലേഷൻ. ദൈവമായിട്ട് ഒരു ഉഭയകക്ഷി ജീവിത അവസ്ഥയിലാണ് നമ്മൾ. അപ്പോഴും അതിനൊരു ലീവോ ഒന്നുമില്ല, അതിനൊരു ഫ്രീ ടൈം പോലുമില്ല. ഉടമ്പടിക്കൊരു ഫ്രീ ടൈം, ഇപ്പോൾ ക്ലാസ്സാണ്, ക്ലാസ്സിന് സ്വാഭാവികമായിട്ടൊരു ഫ്രീ ടൈം ഉണ്ടാകത്തില്ല, ഇൻ്റർവെൽ എന്ന് പറയത്തില്ലേ. പക്ഷെ ഉടമ്പടിക്ക് ഇൻ്റർവെല്ലില്ല. കാര്യം ഉടമ്പടിയിൽ എങ്ങനെ ഇൻ്റർവെൽ വെക്കാൻ പറ്റും? നിങ്ങൾ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ നിമിഷങ്ങളും തന്നെ നിങ്ങളെ വാക്ക്, പ്രവൃത്തി, വിചാരം, സാക്ഷ്യം അതെല്ലാം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ്. ഒരുപക്ഷെ സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്നെ കരുത്താണെന്നറിയാവോ? സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് എന്നെ കരുത്താ. ആ കരുത്ത് കാണണമെങ്കിൽ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത്, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം. റോഷൻ എന്നും പറഞ്ഞൊരാൾ, യാക്കോബ സഹോദരനാണ്, കോട്ടയത്ത് നിന്ന്. അതായത് റോഷൻ്റെ സാക്ഷ്യം. റോഷനും ഉണ്ടായ ഒരു കുഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ റോഷനൊരു ഫീല് ചെയ്തില്ല. എന്താ അദ്ദേഹം സാക്ഷ്യത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അത് മാതാവ് തന്ന കുഞ്ഞല്ലേ എന്നാണ് പറയണത്. അപ്പം ഹീസ് കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. അതായത് അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. ഇതുപോലെ ഓരോ സമയത്തും ഉടമ്പടി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മ വന്നാൽ പോരാ. ഓർമ്മയെ പോസിറ്റീവായിട്ട് വരണം. ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്തതല്ലേ എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് വരേണ്ടത്. അങ്ങനെ ഒരു കാര്യം എനിക്ക് പലപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത്, ഉടമ്പടി ഒരു ഫങ്ഷനല്ല, ഉടമ്പടി ഒരു ഫീലിംഗ് ആണ് ശരിക്കും. ഇതാണ് വ്യത്യാസം. എപ്പോഴും ആ ഫീലിംഗ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഉടമ്പടി ഒരു ഫങ്ഷൻ ആണെങ്കിൽ ആ ഫങ്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആണ്. ഫീലിംഗ് ആണെങ്കിൽ ഫീലിങ്ങിൽ നമ്മൾ ഫ്രീ അല്ല. ആ വ്യത്യാസം അതാണ്. ഇപ്പം നമ്മുടെ അപ്പൻ മരിച്ചു, അതൊരു ഫീലിംഗ് ആണ്, നമ്മൾ ഫ്രീ അല്ല. ആ ദുഃഖം നമുക്കങ്ങ് നിൽക്കുന്നോ? അതിനേക്കാൾ തീവ്രമായ എന്തെങ്കിലും ബന്ധങ്ങളുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് നമുക്ക് മിസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ഫീലിംഗ്, ഇറ്റ്സ് നോട്ട് എ ഫങ്ഷൻ. അപ്പൻ്റെ മരണം ഒരു ഫങ്ഷനാണോ? അല്ല, അതൊരു ഫീലിംഗ്. ഉടമ്പടി ഒരു ഫങ്ഷനാണോ? അല്ല, ഇറ്റ്സ് എ ഫീലിംഗ്.
അതുകൊണ്ട് ആ ഫീലിങ്ങിന് ഇൻ്റർവെല്ലില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ഒരു ബോധമാണെന്ന്, ആ ബോധം ഒരു നിലനിൽപ്പിന്റെ വികാരമാണെന്ന് തിരിച്ചറിയാനുള്ള കൃപയാൽ എന്നെ നിറക്കണമേ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. നിബന്ധനകൾ പാലിച്ച് ദൈവസ്നേഹം വർദ്ധിപ്പിച്ച് നിങ്ങളെ സാക്ഷികളായി ഉടമ്പടി ധ്യാനത്തിലൂടെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് ഈ ഉടമ്പടിയുടെ ബോധവും വിവേചനവും ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിട്ടാണ് വരുന്നത്. ഇതിന് ഈ റോൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഉടമ്പടിയുടെ മെക്കാനിസത്തിൽ ഭയങ്കര പ്രിൻസിപ്പൽ പാർട്ടാണ് വരുന്നത്. ഇതൊരു പരിശുദ്ധാത്മാവ് ഇതര പ്രാർത്ഥനാ രൂപമല്ലത്. പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളുടെയും മൊബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡൈനാമിസം വർക്ക് ചെയ്യണത് പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമാണ് എല്ലാ പ്രേയർ രൂപങ്ങളും. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞതൊരു മരിയൻ പ്രേയറാണെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന് അവിടെ ഒന്നും ചെയ്യാനില്ലെന്നല്ല. മരിയൻ പ്രേയറാത് കൊണ്ട് തന്നെ അത് ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിൽ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയെടുത്ത് എല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് ഫലദായകമായി വളർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ബേസിക് പ്രേയർ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്കല്ല, ദാനങ്ങൾക്കാണ്. ദാനങ്ങളാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ദാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്കറിയാമല്ല, ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നതാണ് ദാനം. വെള്ളത്തിൻ്റെ ഫലങ്ങളാണ് മീൻ, മറ്റുള്ള തരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് രണ്ട് വിഷയങ്ങളാണ് നമ്മൾ എപ്പോഴും. ദാനങ്ങൾ എപ്പോഴും നമ്മൾക്ക് എപ്പോഴും ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും ഐസയാ 11:2 കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് എന്ന് പറഞ്ഞ്, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. എന്തെല്ലാം ആത്മാവാണ്? എന്തിന്റെ ആത്മാവാണ്? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. അപ്പൊ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഒരു അനുഭവജ്ഞാനമാണ്, തിയറി മാത്രമല്ല പ്രയോഗം കൂടിയുണ്ട്. തിയറി ആണെങ്കിൽ സൈദ്ധാന്തിക ജ്ഞാനമാണ്, അറിവാണ്, അതിൻ്റെ പേര് അറിവെന്നാണ്, ജ്ഞാനമല്ല. ജ്ഞാനം മീൻസ് അത് നോളജ് അല്ല, വിസ്ഡമാണ്. വിസ്ഡം എന്ന് പറയുമ്പോൾ പ്രായോഗികമായ ജ്ഞാനമാണ്, അനുഭവജ്ഞാനമാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിൽ വിസ്ഡമാണ് വരേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിനെക്കുറിച്ചുള്ള, ഇപ്പം ഞങ്ങൾ സൈദ്ധാന്തിക ജ്ഞാനമല്ല ഇവിടുന്ന് തരണത്. നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സാക്ഷ്യം. ഞങ്ങൾ സിദ്ധാന്തം തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? സാക്ഷ്യം. സാക്ഷ്യം അനുഭവിച്ച വ്യക്തികൾ സ്വാഭാവികമായിട്ട് നൽകേണ്ടത് എന്താണ്? വിസ്ഡമാണ് നൽകേണ്ടത്, അനുഭവജ്ഞാനമാണ് നൽകേണ്ടത്. ഞങ്ങൾ നൽകിയിട്ടുള്ള സിദ്ധാന്തം, തിയറി നിങ്ങൾ കൊണ്ടുപോയി ഫീൽഡിൽ പ്രാക്ടിക്കലായിട്ട് അത് പ്രയോഗിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് റൈറ്റായിട്ട് വരികയും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലേശമോ രോഗമോ ഒക്കെ മാറുകയും ചെയ്യുമ്പോൾ വെൻ വി പ്രസൻറ്റ് ഇൻ ദ പ്ലാറ്റ്ഫോം അത് വിസ്ഡത്തിൽ നിന്നാണ് വരേണ്ടത്.
അല്ലാതെ ജോലി കിട്ടി, വീട് കിട്ടി, വിവാഹം നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പട്ടിക അവതരിപ്പിക്കുകയല്ല. അതൊരു വിസ്റ്റം വേണം അവിടുന്ന്. നിങ്ങളത് എങ്ങനെയാണ് ആ ഉടമ്പടി പ്രയോഗിച്ചത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, അതായത് ആ കുഞ്ഞിനൊരു തകർച്ച വന്നപ്പോൾ ഡോക്ടർ എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്. ഡോക്ടർ എടുത്ത് കളയണമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ് അങ്ങനെ സംഭവിക്കുന്നില്ല. എന്താ കാരണം? ഞങ്ങളത് ഉടമ്പടി ചെയ്തതാണ്, മാതാവ് തന്ന കുഞ്ഞാണ്. അതാണ് ബോധമെന്ന് പറയണത്. ആ ഒരൊറ്റ വിഷയത്തിൽ തന്നെയാണ് ആ കുഞ്ഞ് സർവൈവ് ചെയ്യണത്. അദ്ദേഹത്തിൻ്റെ ഒരു ഉടമ്പടി ബോധമുണ്ടത്. ഞാനത് പറഞ്ഞില്ല, ഇറ്റ്സ് എ ഫീലിംഗ്. ഉടമ്പടി മീൻസ് എൻ അവെയർനെസ്. ഉടമ്പടി ബോധം. ഞാൻ ഉടമ്പടി ചെയ്താണ് അമ്മയുമായിട്ട് കഴിഞ്ഞ കൊല്ലം ഇതുപോലെ 2 കൊല്ലം മുമ്പ് ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യത്തിൻ്റെ ഒരു പയ്യൻസ് ഭയങ്കര വെള്ളമടിയായിരുന്നു. അപ്പോൾ അവൻ്റെ പെങ്ങളെ കെട്ടിച്ച് വിട്ട വീട്ടിൽ നിന്ന് ആ പെങ്ങളുടെ വീട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായപ്പോൾ അവൾ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്തപ്പോൾ ഉടമ്പടി ചെയ്ത് അവളുടെ വീട്ടിലെ പ്രശ്നത്തിനാണ്, അതായത് പെങ്ങളെ കെട്ടിച്ച് വിട്ട വീട്ടിലെ പ്രശ്നത്തിനാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പക്ഷേ ആങ്ങളെ ഇങ്ങനെ വെള്ളം അടിച്ച് വീട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം അവൾ ആങ്ങളുടെ കാര്യവും ഉടമ്പടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി വെച്ചതല്ല. അങ്ങനെ നിങ്ങൾക്കങ്ങനെ ഒത്തിരി പേര് നിങ്ങളങ്ങനെ വെക്കും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരത്തി ഇവളെ വിളിച്ചു പറഞ്ഞ്, നീ അറിഞ്ഞില്ലേ, എന്താണെന്ന് എന്താണെന്ന് ചോദിച്ചത്. അപ്പോഴിവളൊരു പമ്മി. അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേൾക്കാൻ പോണത്. അപ്പോൾ അവൾക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമല്ല പറയാൻ പോണത്. കാര്യം ഇവളുടെ ആങ്ങളയെ ബൈക്കിൽ പോയപ്പോൾ കാറിടിച്ചു. അപ്പോൾ അത് വളരെ സീരിയസ് ആയിപ്പോയി. ആൾ ICUവിലാണ്, വെന്റിലേറ്ററിലാണ്. പക്ഷേ ഇവളിത് നീ കാര്യം പറയാൻ പറഞ്ഞ് ആങ്ങളെ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞു. വണ്ടി കണ്ടിട്ട് ആൾക്കാർ പറയണത് അത് വളരെ മോശമായ രീതിയാണ് പറയണത്. കണ്ടവരാണ് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ആങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. പക്ഷേ എടുത്ത ശ്വാസത്തിൽ ഫസ്റ്റായിട്ട് ബ്രീതിൽ ഇവളെന്നാ പറയുന്നത് അറിയാമോ? അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലെന്നാ പറയണത്. അവന് ഒന്നും സംഭവിക്കത്തില്ല. എന്താ കാര്യം? അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഉടമ്പടി അവെയർനെസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല, അവനൊന്നും സംഭവിക്കത്തില്ല. കാര്യം എന്താണ്? അവൻ്റെ കാര്യം ഞാൻ അമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. കാര്യം അവൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി അമ്മയോട് അവൾ ഉടമ്പടി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പല കാര്യവും പട്ടികയിൽ പല കാര്യം വെച്ച പോലെ കാഷ്വലായിട്ടൊരു സാധനം കുത്തിക്കയറ്റിയതല്ല ഈ സംഭവം. അതാണ് ഈ ഉടമ്പടി എടുക്കണമല്ല പ്രശ്നം. നിങ്ങൾ എടുക്കുമ്പോൾ വാട്ട് ഫീലിംഗ് യു ഹാവ്, നിങ്ങൾ എന്ത് ബോധമാണ് നിങ്ങൾക്കുണ്ടത്, അതാണ് ഞാൻ പറയുന്നത്. ഒക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ 5 കാര്യം 6 കാര്യം വെക്കാമല്ലോ, അതിലൊരു കാര്യം ഇതും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം, നിങ്ങൾക്ക് ഒരു മുടന്തം വിശ്വാസത്തിലാണല്ലോ അത് ചെയ്യണത്. അങ്ങനെ ഒരെണ്ണമെങ്കിലും അങ്ങനെ ഒരു ചത്ത ഉടമ്പടി വെച്ചാൽ ആ ഉടമ്പടി ഒരു വിഷയമെങ്കിലും ചത്ത ഉടമ്പടി വെച്ച് കഴിഞ്ഞു. ചത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കണ്ട് യു ആർ നോട്ട് സീരിയസ് അബൌട്ട് ദാറ്റ്. ആ വിഷയം നടന്നാൽ കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം എന്ന് നിങ്ങൾ വെച്ചിരിക്കുകയാണ്. നടന്നേ മതിയാവൂ എന്നൊന്നുമില്ല. അങ്ങനെ ഒരെണ്ണം ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ചത്ത ഉടമ്പടി എന്ന് പറയുന്നത്. ചത്ത ഉടമ്പടിയുടെ 6 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഇങ്ങനെ കാഷ്വലായിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ചത്തുപോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ എല്ലാ ഇൻറ്റൻഷനും അത് ബാധിക്കും. കാര്യം എന്താണ്? നിങ്ങളല്ലേ വെക്കണത്. അതായത് അത്ര കണ്ട് ദൈവത്തിൽ ഒക്കട്ടെ എന്നുള്ള മുടന്തം വിശ്വാസമുള്ള നിങ്ങളാണ് ആ ഒരു സാധനം വെച്ചിരിക്കുന്നത്. ആ ആൾ തന്നെയല്ല മറ്റഞ്ചെണ്ണം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അടിസ്ഥാനപരമായ ഉടമ്പടി, അടിയന്തരമായ ഉടമ്പടിയാണെങ്കിലും ഇതുപോലെയുള്ള അലവലാതി കാര്യങ്ങൾ കിട്ടിയാൽ ഊട്ടിയെന്നൊക്കെ ഞാൻ പറയുന്നത് ഇടയ്ക്ക്. അതുപോലെ ഒരു ഗാംബ്ലിംഗ് ആയിട്ട് ഒക്കട്ടെന്നും പറഞ്ഞ് ഒരു സാധനം ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒക്കട്ട സാധനം തന്നെയായിരിക്കും എല്ലാത്തിനെയും ബാധിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഉടമ്പടി ചെയ്യരുത്. നിങ്ങൾക്ക് വെച്ചില്ലേ കുഴപ്പമില്ല, 0 പോയിൻ്റ് ഇട്ട് വെച്ചാൽ മതി. വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പക്കയായിരിക്കണം. അതിനെക്കുറിച്ച് ഭയങ്കര
അത് ഇല്ലാതെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 ആരാധന. ഹല്ലേലൂയ. യോഗങ്ങൾ എഴുതുമ്പോൾ ആത്മാവിന്റെ വലിയ വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ്, സഹോദര സ്നേഹത്താൽ നിറഞ്ഞ് ഉടമ്പടിയിൽ പ്രവേശിക്കുവാൻ ഈശോയെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിപ്പറേറ്ററി പ്രെയർ നല്ലതാണെന്ന് തോന്നണം. ഉടമ്പടി കാര്യം ഉടമ്പടി പരിശുദ്ധാത്മ ദാനങ്ങളിലാണ് ഇതിങ്ങനെ വർക്ക് ചെയ്ത് പോണത്. ദാനങ്ങൾ അതിപ്പോൾ 1 കൊറിന്ത്യർ 12:8 കൂടുതൽ ദാനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ ആരാധനയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ ദാനങ്ങൾ സ്വീകരിക്കുന്നൊരു സമയമാണ്. 1 കൊരിന്ത്യർ 11:8. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:8. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും എന്ന് പറഞ്ഞ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേചനത്തിന്റെ വചനവും. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ അതിൽ പരിശുദ്ധാത്മാവോ ദുഷ്ടാത്മാവോ ലോകാത്മാവോ ഉണ്ടാകാം. ഒരു ഉടമ്പടി ഇരിക്കുന്ന വ്യക്തിക്ക് ലോകാത്മാവ് ഉണ്ടാകാൻ പാടില്ല. അപ്പം തന്നെ അത് വിവേചിക്കണം. ഉടനെ ഓട്ടോമാറ്റിക് വിവേചനം വരേണ്ടതാണ്. എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളിലും ലോകാത്മാവും ഉണ്ടാവും, ദുഷ്ടാത്മാവും ഉണ്ടാവും. ലോകാത്മാവ് എന്ന് വെച്ചാൽ വ്യക്തികൾക്ക് അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം മൂത്ത വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ നിഷേധിച്ചുകൊണ്ട് വേറൊരു സംഭവം പറഞ്ഞു. അപ്പോൾ ഉടനെ ആത്മാവ് നിവേചിക്കണം, ഇത് നിൻ്റെ അഹങ്കാരമാണ്, നീ പറയണറിയാം, നിനക്ക് തെറ്റാണെന്നറിയാം, പക്ഷേ ഇവിടെ ജയിക്കാൻ വേണ്ടി ഒരു അഭ്യാസം കാണിക്കുകയാണ്. അതാണ് വിവേചനം. നിനക്ക് തന്നെ അറിയാം നീ പറയണത് പുട്ടത്തരമാണെന്നറിയാം, പക്ഷേ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നീ ഒരു നമ്പർ കാണിക്കുകയാണ്. ദാറ്റ് മീൻസ് അതാണ് ഒരു വിവേചനമെന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കണം. ആരും പറഞ്ഞു തരേണ്ട. ആ വിവേചനം ദാനമാണ്. ഈ ദാനങ്ങൾ ശക്തിപ്പെട്ടാൽ മാത്രമേ വരങ്ങൾ ഉണ്ടാകത്തുള്ളൂ, ഫലങ്ങൾ ഉണ്ടാകത്തുള്ളൂ. വരങ്ങളല്ല, ഫലങ്ങളെന്ന് പറയുമ്പോഴും ഇത് ഉടമ്പടിയുമായിട്ട് കണക്റ്റഡ് ആണ്. ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ ഉടമ്പടി സത്യമായി ചെയ്യാൻ, സത്യസന്ധമായി നിറവേറ്റാൻ അതിൻ്റെ പ്രാഥമികമായ അടിത്തറയായ പരിശുദ്ധാത്മാ ദാനങ്ങളാൽ, അറിവിനാൽ, വിവേകത്താൽ, ജ്ഞാനത്താൽ, വിവേചനത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഫലങ്ങളാലും നിറയപ്പെടുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ആദ്യം പറഞ്ഞത് എന്താണ്? ഉടമ്പടി ഒരു അവയർനെസ്സാണ്, ഒരു പക്ഷേ ഷാർപ്പ് ആൻഡ് സീരിയസ് അവയർനെസ്സാണ്. സാധാരണ ഒരു ലോ ലെവലിലുള്ള ഓർഡിനറി അവയർനെസ് അല്ല, ഷാർപ്പാണ്. കാര്യം ദൈവവുമായിട്ട് അതർ കക്ഷി ദൈവമാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പ്രശ്നം വെച്ചപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു എന്ന് വിചാരിച്ചോ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു, അയൽവാസി വരുന്നു. നമുക്കറിയാം അയൽവാസിയെക്കുറിച്ചുള്ള അവയർനെസ് കൊണ്ട്. അപ്പോൾ അതപ്പോൾ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന പട്ടത്തിന് നിൽക്കും. അവൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് അടുക്കള വന്നോളൂ എന്ന് വിചാരിക്കും. അല്ലേ കറക്റ്റേ? ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാരത്തിയാണെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ പിന്നെ അവിടെ. പക്ഷെ ആളെ കൂടി അതൊരു മിനിസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റായി. പിന്നെ നിങ്ങൾ വീടും കോലവും നമ്മുടെ ഡ്രസ്സുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ ആകപ്പാട് പ്രശ്നമായി. ഒന്നെങ്കിൽ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ ഒളിച്ചോടിക്കളയും, നാട് വിട്ടു പോകുന്നത്. ഇല്ല, അതായത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഇടം പോണ ഒരു അവസ്ഥയിലേക്കാണെന്നുകൊണ്ട് നിങ്ങൾ ആകപ്പാട് ചളിപ്പാവും, ചമ്മലാവും. ശരിക്കും ഇതിപ്പോൾ ആരാണ് ഉടമ്പടിയോട് വരുമ്പോൾ? ദൈവമാണ് അതർ സൈഡ് വരണത്. അതതിൻ്റെ വിഷയം. ഷാർപ്പായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു എളിമയെന്ന് പറയണത് അതാണല്ലോ ഇത് മുഴുവൻ വർക്കൗട്ട് ചെയ്യണത്. ദൈവം ഇത്രയും താഴ്ന്ന് നമ്മളുടെ ജീവിതാവസ്ഥകളിലേക്ക് വരാൻ ദൈവം ഒരു ഇടമുണ്ടാക്കിയത് കൊണ്ടാണ്
നമ്മൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് അത് ബൈബിളിൽ ആദ്യം മുതൽ പറയുന്ന സംഭവമാണ്. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസനായി. അതുകൊണ്ട് സമാന്തരമായിട്ട് ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും ദാസൻ്റെ ലെവലിലേക്ക് റീസെറ്റ് ചെയ്യണം. ശരിക്കും എളിമ, വിനയം, വിശ്വസ്തത, കാര്യം ഇതെല്ലാം കുറേ ഗുണങ്ങളുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ.